ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് വീഡിയോ ഇട്ടിട്ടിരുന്ന ഒരാളാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞൊരു 2 മാസമായിട്ട് എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താവുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഇപ്പോൾ 10th ഫിലിംസ് കഴിഞ്ഞ സാറ്റർഡേയിൽ 10th ഫിലിംസ് ഉണ്ടായിരുന്നല്ലേ, അതെല്ലാവർക്കും എത്ര പേർക്കുണ്ടായിരുന്നു? ഈ വീഡിയോ അങ്ങനെയുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് 3rd സ്റ്റേജാണ് ഓഗസ്റ്റ് 1 രാവിലെ 10 മണിയുടെ ഇതാണ് എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നിരിക്കുന്നത്. ഇനി രാവിലത്തെ ക്യാൻസൽ ആവില്ലായിരിക്കും, വൈകുന്നേരത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും ഹോൾ ടിക്കറ്റുകളൊക്കെ നമ്മുടെ സൈറ്റുകളിൽ വന്നിട്ടുള്ള കേസ്. അപ്പോൾ ഇനിയുള്ളത് ഒരു 15 ദിവസം. ഇത് 5 ദിവസം ഉള്ളതിൻ്റെ മിസ്റ്റേക്ക് പറ്റിയതാട്ടോ എനിക്ക്. പിന്നെ ഉള്ളത് ഒരു 15 ദിവസമാണ് 3rd and 4th സ്റ്റേജുകാർക്ക്. 2nd സ്റ്റേജുകാർക്ക് വരുന്നത് ഇനി സെപ്റ്റംബർ ഫസ്റ്റ് വീക്കാന്ന് പറയപ്പെടുന്നു. കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എന്തൊക്കെയല്ലേ നടക്കണേ, ഒരു ഇത് ഉറക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് 2 സ്റ്റേജായിട്ട് നടക്കുന്നു, പരീക്ഷണങ്ങൾ നടത്തുന്നു. കുറേ പിള്ളേർ സാഹചര്യം ഇല്ലാത്തവരും ഇതിനു വേണ്ടി പ്രയത്നിച്ച് അതുപോലെ വർക്ക് ചെയ്ത് അതൊരു പ്രതീക്ഷയും സ്വപ്നവുമായിട്ട് ചെന്ന് കഴിയുമ്പോൾ എക്സാം ഇല്ല, തിരിച്ചു പോരുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താല്ലേ നടക്കുന്നത്? അത് PSCയുടെ അപാകതകൾ ആണോ, അതോ ഇനിയിപ്പം ഒരു ഉത്തരവാദിത്തമില്ലായ്മ, അത് പരീക്ഷ എഴുതിയ ആൾക്ക് ഇത് പൊട്ടിച്ച ആൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയാണ്? എന്തായാലും എത്ര ലക്ഷം രൂപയുടെയാണ് നഷ്ടം വന്നത്? 20 ലക്ഷം രൂപ അടുത്ത് നഷ്ടം സംഭവിച്ചിട്ടുണ്ടല്ലേ. അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ച് അത്രയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അടിച്ച് ഇത് ചെയ്ത് വന്നതല്ലേ. എന്നിട്ട് അതിനൊന്നും വെറുതെ ആയി പോവാന്ന് പറഞ്ഞാൽ അതൊക്കെ പൈസയില്ലേ? സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ഫണ്ട് തന്നെയാണല്ലേ. നമ്മൾ ടാക്സും സംഭവങ്ങളും ഇതൊക്കെ ആയിട്ട് അടയ്ക്കുന്ന നമ്മുടെ ഫണ്ട് തന്നെയാണ് അവരെ വിനിയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്കും അതിൽ അഭിപ്രായം പറയാൻ സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അത് വിട്ടേക്കുക. അതിനിപ്പം എഴുതാൻ പറ്റാതെ പോയ പിള്ളേർക്ക് സാരമില്ല, നിങ്ങൾക്ക് കുറച്ച് എക്സാംസ് ഉണ്ടാവും, സങ്കടപ്പെടണ്ട. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാത്തവരും വിഷമിക്കാതെ അതൊരു ഇതായിട്ട് ഒന്നോടെ എല്ലാം റിവിഷൻ ചെയ്ത് നന്നായി വർക്ക് ചെയ്ത് എഴുതുക. അപ്പോൾ നോക്കാം. അപ്പോൾ 10th ലെവൽ അത് 15 ദിവസം കൊണ്ട് ഇനി എങ്ങനെ പഠിക്കാം. എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഞാനിപ്പോൾ അത്യാവശ്യം ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മുടെ സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു 70+ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എനിക്ക് പഠിക്കാൻ സമയം കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. കുട്ടിയായതുകൊണ്ട് കുട്ടിയെ നോക്കാൻ ആളുള്ളപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടാറില്ല. ഉള്ള സമയത്ത് വീഡിയോ എടുപ്പും ഇതുമൊക്കെ ആയിട്ട് ഞാൻ നടക്കുകയാണ്. അപ്പം PSCയുടെ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടെങ്കിലും ഞാനും പ്രതീക്ഷിക്കുന്നു LGS അല്ലെങ്കിൽ ഒരു LD എനിക്കും കിട്ടും, എനിക്കും അത് നേടാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ എന്തോരം പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ പുറകിലാണോ നിൽക്കുന്നത്? അല്ല, ഇപ്പോൾ ഒരു ചാൻസ് എടുത്ത് നോക്കാം, പ്രിലിംസ് കിട്ടുവാണെങ്കിൽ പോയി എഴുതാം എന്നൊക്കെ പറഞ്ഞ് അതിന് മെനക്കെടാത്ത ആൾക്കാരാണോ ഒന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അതാണ് ഈ 15 ദിവസം കൊണ്ട് ചെയ്യേണ്ടത്. പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്ത ഒരു പോർഷൻ മാക്സിമം റിവിഷൻ ചെയ്യുക. പഠിക്കാത്തവരാണെങ്കിൽ നമ്മൾ പണ്ട് എക്സാമിന് വേണ്ടി തലേദിവസം പഠിക്കുന്ന മെത്തേഡില്ലേ, അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മളിപ്പോൾ 10th 9th
+1 +2 ഒക്കെ ആയിട്ട് എക്സാമിന് ഒന്നും പഠിക്കാതിരുന്നിട്ട് തലേ ദിവസം ചത്ത് കിടന്ന് രാവിലെ മുതൽ രാത്രി വരെ മാക്സിമം അത്രയും ഹെവി ആയിട്ട് പഠിക്കില്ലേ നമ്മൾ. ചത്ത് കിടന്ന് അവിടുന്നും കുറേ ഇത് ഇവിടുന്നും കുറേ ഇത് അവിടുന്ന് കുറേ ബുക്ക് ഇവിടുന്ന് കുറേ ബുക്ക് അങ്ങനെ 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 നമ്മൾ എങ്ങനെ ഗൈഡ് വെച്ചിട്ടോ ഇത് വെച്ചിട്ടോ ക്ലാസ്. അപ്പം PSCയുടെ ആകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കാത്തവരാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിനൊക്കെ, പിന്നെ അല്ലാത്തൊരു പഠിക്കാത്തവരും പഠിച്ചവരും നമ്മുടെ സൈലത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്യുക, മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 30+ ക്വസ്റ്റ്യൻസ് നമ്മൾ മാരത്തോൺ സംഭവത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് മാക്സിമം ആ ക്ലാസ്സുകൾ കവർ ചെയ്യാൻ നോക്കുക. അത് നോക്കി നോട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ നാളെയാണ് നിങ്ങളുടെ എക്സാം എന്ന് വിചാരിച്ച് ഇന്ന് മുതൽ വർക്ക് ചെയ്യുക. നാളെയാണ് എൻ്റെ എക്സാം. അപ്പോൾ ആ മൈൻഡിൽ ഇനിയുള്ള ഓഗസ്റ്റ് 1 വരെയുള്ള ദിവസങ്ങൾ, ഇന്നത്തെ തീയതി എന്താണ്, ജൂലൈ 22 അപ്പോൾ ഓഗസ്റ്റ് 21 വരെയുള്ള ഓഗസ്റ്റ് 1 വരെയുള്ള ആ ദിവസം നാളെ എൻ്റെ പരീക്ഷയാണെന്നുള്ള മെത്തേഡ് ഉപയോഗിച്ച് മാക്സിമം വർക്ക് ചെയ്യുക, പഠിക്കുക. ഇല്ല, നമുക്ക് ഒരുപാടുണ്ട് ഫ്രണ്ടിലേക്ക് പഠിക്കാൻ. നമ്മളൊരു 10th അല്ലെങ്കിൽ +1 +2 പഠിക്കുന്ന പോലെ അല്ലല്ലേ. അതുപോലെ മാക്സിമം PYQs. ഇപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 10th ലെവൽ പ്രിലിംസിൻ്റെ ഈ കഴിഞ്ഞ സ്റ്റേജ് 1ഉം 2ഉം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അത് രണ്ടും ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പരീക്ഷയായിരുന്നു ഇപ്പം ഞാൻ എഴുതിയായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അത് രണ്ടും ചെയ്ത് നോക്കുക. അതിൻ്റെ ഓപ്ഷനിലൂടെ പോയി അത് നന്നായി പഠിക്കുക. അതിൻ്റെ പോർഷൻസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തീരെ 10th ലെവൽ പ്രിലിംസിൻ്റെ ഒരു ലെവലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കട്ടി ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. മാത്സൊക്കെ ഒരു 15 ക്വസ്റ്റ്യനോളം നമുക്ക് കിട്ടുമായിരുന്നു. കറണ്ട് അഫയേഴ്സ് ആണല്ല ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് ജോഗ്രഫിയിൽ നിന്നായിരുന്നു. അത് എവിടുന്നാണ് വന്നതെന്ന് എല്ലാവരും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യേ. അപ്പോൾ ഇച്ചിരി 10th ലെവൽ പ്രിലിംസിൻ്റെ ഒരു ലെവലുള്ള ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല, ഏകദേശം ഒരു +2 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ LDC മെയിൻസിൻ്റെ ഒരു സിലബസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്തിട്ട് അതിൻ്റെ ഓപ്ഷനിലൂടെ പഴയ PYQസും അതിൻ്റെ ഓപ്ഷനിലൂടെയും പോയി തന്നെ പഠിച്ച് കുറേ മാരത്തോൺ ക്ലാസ്സുകൾ കേൾക്കുക. നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് മാക്സിമം നിങ്ങൾ കവർ ചെയ്യുന്ന പോർഷൻസിൻ്റെ ഷോർട്ട് നോട്ട്സ് എടുത്ത് വെക്കുക. SCRTs നോക്കാൻ സമയം കിട്ടുവാണെങ്കിൽ SCRTs നോക്കുക. SCRTs സമയമല്ല, കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ ആൾക്കാർക്കറിയാം SCRTന്ന് എത്രയോ ഡീപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചതെന്ന്. അപ്പം ടെൻഷൻ അടിക്കുന്ന ഒഴിവാക്കുക. അയ്യോ ഇനി ഇത്ര ദിവസമുള്ളൂ, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല, അതൊക്കെ ഒഴിവാക്കുക. അതിന് പകരം നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് എന്തെന്ന്, ഇനിയുള്ള ഈ 10 ദിവസം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യും, ഞാൻ എൻ്റെ മാക്സിമം വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തരും എന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് മാക്സിമം വർക്ക് ചെയ്യും, കിട്ടിയാൽ കിട്ടട്ടെ, എൻ്റെ ഇതിൽ നിന്നുള്ള എഫേർട്ട് ഞാനിനി ഒഴിവാക്കും. എനിക്ക് പഠിക്കാൻ കഴിയും, എനിക്ക് പഠിക്കാവുന്ന അത്രയും പഠിച്ചിട്ട് പോയി എക്സാം എഴുതി നോക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി എടുക്കുക. അപ്പോൾ തന്നെ ടെൻഷൻ ഒഴിവാകും. പിന്നെ ഇതൊരു അത്യാവശ്യമാണ് എന്ന്, ഇതെനിക്ക് കിട്ടിയേ കിട്ടൂ എന്നുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ അല്ലാത്തവരാണ് അല്ലാതെ ചെയ്യുന്നത്. മാരത്തോൺ ക്ലാസ്സുകൾ കാണാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാരത്തോൺ സൈലം എൻട്രി അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ മാരത്തോൺ ക്ലാസ്സുകൾ മാക്സിമം കാണുക. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ യൂട്യൂബിൽ തന്നെയുണ്ട്. പേയ്മെൻറ്റ് ചെയ്തൊന്നും കാണേണ്ട കാര്യമില്ല, അത് കാണുക. അപ്പം ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇടുക, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ പരിശീലിക്കുക, നിങ്ങൾക്ക് നേടാൻ കഴിയും.
നിങ്ങൾക്കേ നേടാൻ കഴിയും. ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പഠിച്ചവർ റിവിഷൻ ചെയ്യുക. SCERT ചാപ്റ്റേഴ്സൊക്കെ മാക്സിമം കവർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് വെച്ച് പഠിച്ച ആൾക്കാർ അത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഏത് പോർഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ഏത് പോർഷനിൽ നിന്നാണെന്ന് നോക്കി ആ പോർഷൻസ് ഒന്ന് കവർ ചെയ്യാൻ നോക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.